ബിജെപിയിൽ ചേർന്ന പത്മജ വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിൽ നിന്നും പലരും ഉന്നയിക്കുന്നത്. കെ മുരളീധരൻ പത്മജയെ പടിയടച്ച് പിണ്ടം വച്ചതും ഇനി യാതൊരു ബന്ധവുമില്ലെന്ന് തുറന്നു പറഞ്ഞതും കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ കോൺഗ്രസുമായി പത്മജയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും പത്മജയ്ക്ക് നേരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ തൃശൂർ MLA-യുമായ തേറമ്പിൽ രാമകൃഷ്ണൻ പത്മജിയുടെ രാജിയിൽ കടുത്ത വിമർശനം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. വിലപേശലാണ് പത്മജിയുടെ കൂടുമാറ്റമെന്നും ഒരു കോൺഗ്രസ് നേതാവ് പോലും അവർക്കൊപ്പം പോകില്ലെന്നും പത്മജിയുടെ പോക്ക് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ദോഷകരമായി ബാധിച്ചേക്കുമെന്നുമാണ് രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പത്മജിയുടെ പോക്ക് കോൺഗ്രസിന് ഗുണമായി വരുമെന്നും തേറപ്പറമ്പിൽ രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പത്മജിയെ വിശ്വസിച്ച സാധാരണ പ്രവർത്തകർ ചേച്ചി ഇത് ചെയ്തല്ലോ എന്ന് വാശിയോടെ ചിന്തിക്കാം. തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ കൺഫ്യൂഷൻ 3-4 ദിവസത്തിനപ്പുറം നിൽക്കില്ല. പ്രലോഭിച്ച് റാഞ്ചി എടുക്കുന്നത് ജനാധിപത്യ രീതിയല്ല. സുരേഷ് ഗോപിക്ക് ഇത് ദോഷമാകാനും സാധ്യതയുണ്ടെന്നാണ് നേതാവ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി പത്മജ വേണുഗോപാൽ BJP-യിൽ ചേർന്നത്. ഉപാധികളില്ലാതെയാണ് തന്റെ പാർട്ടി പ്രവേശനമെന്നാണ് പാർട്ടി മാറ്റത്തിന് പിന്നാലെ പത്മജ പ്രതികരിച്ചത്. തന്റെ പരാതികൾ നിരന്തരം അവഗണിക്കുകയും തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കോൺഗ്രസിനോടുള്ള അസംതൃപ്തിയാണ് തന്നെ BJP-യിൽ എത്തിച്ചത്. തന്നെ ആകർഷിച്ചത് BJP-യുടെ ശക്തമായ നേതൃത്വമാണെന്നും പത്മജ പറയുന്നുണ്ട്. അതേസമയം പത്മജയുടെ പാർട്ടി മാറ്റത്തിന് പിന്നാലെ തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ തന്നെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം കെ മുരളീധരനെ മുന്നിൽ നിർത്തി കരുണാകരന്റെ തട്ടകത്തിൽ പരിഹരിക്കുകയാണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് കെ മുരളീധരനെ തൃശൂരിലേക്ക് നിർദ്ദേശിച്ചത്. തൃശൂർ സിറ്റിംഗ് MP TN പ്രതാപന് വരുന്ന നിയമസഭാ സീറ്റ് നൽകും. അതേസമയം പത്മജയുടെ വരവ് ആഘോഷമാക്കുകയാണ് BJP. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജിയുടെ BJP പ്രവേശനം ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം ആണയിട്ട് പറയുന്നത്. ദേശീയ ശ്രദ്ധയാകർഷിച്ച ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾ എന്നതിലുപരി നിലവിൽ പാർലമെന്റ് അംഗമായ കെ മുരളീധരന്റെ സഹോദരി എന്ന പരിഗണന കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര നേതൃത്വം നേരിട്ട് പത്മജയെ ആനയിച്ചു കൊണ്ടുവരുന്നത്. പത്മജയെ കൂടാരത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങളെല്ലാം നടന്നത് ദേശീയ തലത്തിൽ തന്നെയായിരുന്നു എന്നതും വ്യക്തമാണ്. മുൻ കേന്ദ്രമന്ത്രി ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ BJP-യിൽ എത്തിച്ചതും ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വം എടുത്ത സമീപനത്തിന്റെ ഭാഗമായിരുന്നു. സംസ്ഥാന നേതൃത്വം അവസാന നിമിഷമാണ് അനിലിന്റെ വരവ് അറിഞ്ഞതുപോലും. പത്മജയുടെ കാര്യത്തിൽ വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ കാര്യമായ പങ്ക് BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇല്ലെന്നാണ് സൂചന. ഇനി അറിയാനുള്ളത് BJP പത്മജയ്ക്ക് എന്ത് പദവി നൽകുമെന്നതാണ്. 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാനിരിക്കെ അതിൽ സർപ്രൈസായി പത്മജയുടെ പേര് വരുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്.